അന്ത്യനാൾ വരെ പടച്ച റബ്ബിന്റെ ദീന് പറയാൻ ചെറിയ ഒരു തോയിഫത്ത് എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു തോയിഫത്ത്, ഒരു സംഘം, അവർ എപ്പോഴും ദീന് പറയാനും പ്രചരിപ്പിക്കാനും ഈ ഭൂമി ലോകത്ത് അന്ത്യനാൾ വരെ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ലാ യുബാലീഹിം, അവർക്ക് പ്രശ്നമല്ല. മൈ യുഖാലിഫുഹും, അവരെ എതിരാളികൾ ആരാണോ അതവർക്ക് പ്രശ്നമേ അല്ല, അവർക്ക് വലുത് ദീനാണ്. അങ്ങനെ ഒരു ഉമ്മത്ത് ആഖിറു സമാനിൽ വരെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ഒരു ഉമ്മത്ത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ആ സമസ്ത ഒരു തീരുമാനം പറഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ അവസാനത്തെ വാക്ക്. പിന്നെ അതിനപ്പുറം ഒരു ആലോചന നമ്മൾക്കുണ്ടാവാൻ പാടില്ല. മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള്? മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ആലിമാണ്, ആരിഫാണ്, ആബിദാണ്, സാഹിദാണ്, മുത്തബിഉസ് സുന്നയാണ്. മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലം മഹാനവറുകൾ ആലുവ ത്വരീഖത്തുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ദുആ സമ്മേളനത്തിന്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഏറ്റെടുത്തു. അത്തിപ്പറ്റ ഉസ്താദ് ആ ദുആ സമ്മേളനത്തിന് പോകാൻ ഏറ്റെടുത്തു. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആലുവ ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണ് എന്ന് തീരുമാനമെടുക്കുന്നത്. തീരുമാനമെടുത്തപ്പോ അത്തിപ്പറ്റ ഉസ്താദ് അവരെ വിളിച്ചിട്ട് അറിയിച്ചു, ഇനി എനിക്ക് ആ പരിപാടിക്ക് വരാൻ പറ്റില്ല, ഇനി എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ വാഹനമെടുത്ത് അത്തിപ്പറ്റ ഉസ്താദിന്റെ അദറത്തിൽ വന്നു. അത്തിപ്പറ്റ ഉസ്താദിനോട് വളരെ ഭവ്യതയോടുകൂടെ അവർ ചോദിച്ചു, ഉസ്താദേ, ഞങ്ങൾക്ക് എന്ത് തെറ്റാണുള്ളത്, ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണുള്ളത്? അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചു. അത്തിപ്പറ്റ ഉസ്താദ് കൊടുത്ത ഒരേ ഒരു മറുപടി ഉണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് പറയാണ്, അവർക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല, ആലുവ ത്വരീഖത്തിന് എന്താണ് തെറ്റി കുറ്റം എന്ന് എനിക്കറിയില്ല. 40 ആലിമീങ്ങൾ ചേർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇലാഹിയായിരിക്കുന്ന ഒരു ഖൈറുണ്ടാകും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു മദദ്, ഒരു സഹായം അതിലുണ്ടാകും. അതുകൊണ്ട് ഇനി ഞാൻ അതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദാ. അതായിരിക്കണം നമ്മുടെ നിലപാട്. എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മഹത്തുക്കളായിരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളെയും നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് ദീനിന് ശക്തി പകരാൻ, അഖിലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തി പകരാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടെ 100 വർഷമായി പ്രവർത്തിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ ഓരോ കാലഘട്ടത്തിലുള്ള ഈ മഹത്തുക്കളായ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന ഈ മഹത്തായിരിക്കുന്ന സംരംഭം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ കാസർഗോഡ് കുണിയയിൽ വെച്ച് ഐതിഹാസികമായിരിക്കുന്ന സമ്മേളനം നടക്കുമ്പോൾ അതിലൊരു കണ്ണിയാവാൻ നമ്മൾക്കൊക്കെ കഴിയണം. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഏതാണ് ഇപ്പൊ സത്യം, സത്യം ഏതാണെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സത്യം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥമായിരിക്കുന്ന ആശയാദർശങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്നവരാരാണ് എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും വലിയ എളുപ്പമായ ഒരു മാർഗം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ ഉസ്താദന്മാരുടെ ഒരു പരമ്പര നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. നമ്മളെല്ലാവരുടെയും പരമ്പര ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ ഉസ്താദുമാരുടെ പരമ്പര, അതേപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പരമ്പര, ജമാഅത്തെ ഇസ്ലാമിയുടെ പരമ്പര, തബ്ലീഗ് ജമാഅത്തിന്റെ പരമ്പര, എല്ലാവരുടെയും ഗുരുക്കന്മാരുടെ പരമ്പര, അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പരമ്പരയ്ക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ ഇസ്ലാമിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സനദിനിക്ക് അഥവാ ഗുരു പരമ്പര
ആ പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇസ്ലാമില്. ആ പരമ്പര നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്തുക്കളായിരിക്കുന്ന ഉസ്താദുമാര്, നമുക്കറിയാം ഇന്ന് നമ്മുടെ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് തൊവ്വലല്ലാഹു ഉംറഹു, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മഹാനായിരിക്കുന്ന സയ്യിദുൽ ഉലമ, അപ്പുറത്ത് മഹാനായിരിക്കുന്ന ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു തആല ശിഫാവും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. മഹാനായിരിക്കുന്ന ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെയും മഹാനായ സയ്യിദുൽ ഉലമ അസ്സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള്, ആ മഹത്തുക്കളായിരിക്കുന്ന ആളുകളുടെ ഗുരു പരമ്പര ഒന്ന് പരിശോധിച്ച് നോക്കി. നിങ്ങൾ ആ ഗുരു പരമ്പര ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മഹത്തായിരിക്കുന്ന ഒരു പരമ്പര നമ്മൾക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഹക്കായിരിക്കുന്ന ധാരയായി കാണുന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങളാ. ഒന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, മറ്റൊന്ന് മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മഹാനായിരിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു പ്രിയപ്പെട്ടവർ? അവരൊക്കെ അവരുടെ ചരിത്രമൊന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ ആരായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്? കുട്ടിക്കാലത്തെ വലിയ ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും വേറിട്ട ജീവിതം നയിച്ച മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എല്ലാവരും മഹത്തുക്കളായിരിക്കുന്ന മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ, തുല്യതയില്ലാത്ത പണ്ഡിതന്മാർ, ആ മഹത്തുക്കളായിരിക്കുന്ന ആലിമീങ്ങൾ, അവരിലൂടെ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര കൃത്യമായി നമ്മൾക്ക് പറയാൻ സാധിക്കും. എൻ്റെ ഉസ്താദ് ഇന്നയാള്, ആ ഉസ്താദിന്റെ ഉസ്താദ് ഇന്നയാള്, ആ ഉസ്താദിന്റെ ഉസ്താദ് ഇന്നയാള് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു പരമ്പര. നമുക്കറിയാം നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര മഹാനായിരിക്കുന്ന സയ്യിദുൽ ഉലമയായാലും അതേപോലെ മഹാനായിരിക്കുന്ന ആലിക്കുട്ടി ഉസ്താദായാലും അവരുടെ ഗുരു പരമ്പര എത്തുന്നത് മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആരാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു? കേരളത്തിന്റെ ഇസ്ലാമികമായ പൈതൃകം പറയുമ്പോ, കേരളത്തിന്റെ ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ചരിത്രം പറയാൻ ഒരാൾക്കും സാധിക്കില്ല. ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഗുരുപരമ്പരയിൽ പ്രധാനപ്പെട്ടവർ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഉസ്താദ് ആരാ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഉസ്താദ് ഇബ്നു അജർ ലൈതമി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അജർ ലൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാരാ? മഹാനായിരിക്കുന്ന സയ്യിദുനാ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനായ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാരാ? മഹാനായിരിക്കുന്ന ഇബ്നു അജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അതിങ്ങനെ പോയാൽ അപ്പുറത്ത് സയ്യിദുനാ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്. ആരാണ് മക്കളെ ഇമാം നവവി തങ്ങള്? കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കണഞ്ഞു പോയപ്പോ വിരൽ കൊടിയിലൂടെ പ്രകാശം വന്നു. ആ പ്രകാശം കൊണ്ട് കിതാബ് രചിച്ച മഹാനാണ് സയ്യിദുനാ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്. ആ നവവി ഇമാമിന്റെ ഉസ്താദാര ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു. റാഫി ഇമാമിന്റെ ഉസ്താദാരാണ്. ആ പരമ്പര എങ്ങനെ പോയാൽ സയ്യിദുനാ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ആരാ ഇമാം ഗസ്സാലി തങ്ങള്? ആരാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഇമാം ഗസ്സാലി തങ്ങളാകുമായിരുന്നു എന്ന് പണ്ഡിത ലോകം വിധി എഴുതിയ മഹാപണ്ഡിതനാണ് സയ്യിദുനാ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. വഫാത്ത് മുന്നേ കൂട്ടിക്കണ്ട മഹാനായിരുന്നില്ലേ? മഹാനായിരിക്കുന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു തിങ്കളാഴ്ചയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ആ ഇമാം ഗസ്സാലി തങ്ങൾ തന്റെ സഹോദരനെ വിളിച്ചു. തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സഹോദരാ, എന്റെ അലമാരിയിൽ ഞാൻ സൂക്ഷിച്ചു വച്ചൊരു കഫം പുടവയുണ്ട്, ആ കഫം പുടവ എന്റെ ചാരത്തേക്ക് കൊണ്ടുവരണം എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചു പറഞ്ഞു. സഹോദരൻ ആ കഫം പുടവ എടുത്തു കൊടുത്തു. ആ കഫം പുടവ തന്റെ പ്രിയപ്പെട്ട മാറിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ചേർത്തി പിടിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം ഒരുക്കമാണ്, റെഡിയാണ്, വന്നോളൂ എന്ന് പറഞ്ഞ് അസ്രായിലിനെ വിളിച്ചു വരുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനവറുകളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഉസ്താദാര
ആ പരമ്പര എങ്ങനെ പോയാൽ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു, പിന്നീട് ആ പരമ്പര എങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സ്വഹാബികളോട് പറയുകയാണ്, ആലിമു ഖുറശീൻ യംലൗ തിബാഖൽ അർളി ഇൽമാ, എന്റെ കുടുംബത്തിൽ ഒരു പണ്ഡിതൻ ജനിക്കാനുണ്ട്. ആ പണ്ഡിതൻ വിജ്ഞാനം കൊണ്ട് ചക്രവാളം മുഴുവനോ നിറക്കുന്ന ആലിമാ. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, വൽ ഇമാമു ശാഫിഈ റഹിമഹുല്ലാഹ്, ഈ പറഞ്ഞ ഇമാമ് അത് ഷാഫി ഇമാമ് തന്നെയാ, ഷാഫി ഇമാമ് തന്നെയാ. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിന്റെ ഉസ്താദ് ആരാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിന്റെ ഉസ്താദ് ആരാണ്? ഇമാം നാഫിഈ റളിയല്ലാഹു അൻഹു. നാഫി ഇമാം താബിഈയാ. മഹാനവറുകളുടെ ഉസ്താദ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഉസ്താദ് സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഇങ്ങനെ ഒരു ഗുരുവിന്റെ പരമ്പര, മഹത്തുക്കളായിരിക്കുന്ന ആരിഫീങ്ങളായ ആലിമീങ്ങളായ അവർ എന്നാ ജനിച്ചത്, അവർ എന്നാ വഫാത്തായത്, അവരുടെ ജീവിതം എങ്ങനെയാണ്, എല്ലാം കുറിക്കപ്പെട്ട രേഖയാക്കപ്പെട്ട മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠരിലൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത് വരെ ഒരു ഗുരുപരമ്പര. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പണ്ഡിതന്മാർക്കും പറയാനുണ്ടെങ്കിൽ ഈ പരമ്പര മുജാഹിദിന് പറയാൻ കഴിയില്ല. ഈ പരമ്പര ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ കഴിയില്ല, തബ്ലീഗ് ജമാഅത്തുകാരന് പറയാൻ കഴിയില്ല. എന്തേ കാരണമെന്നറിയോ? കേരളത്തിൽ വഹാബിസം കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ നേതൃപരമായ പങ്ക് വഹിച്ചതാരാ? ഒന്ന് KM മൗലവിയാണ്, ഒന്ന് MCC അഹമ്മദ് മൗലവിയാണ്, മറ്റൊന്ന് ഈ മൊയ്തു മൗലവിയാണ്, മറ്റൊന്ന് ഉമ്മർ മൗലവിയാണ്. അവരുടെ ഗുരുക്കന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. യാ അല്ലാഹ്, ഹക്കായ വഴി ഏതാണ് എന്ന്, സത്യമായ പാന്താവി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഒരു കാര്യം വേറെ വേണ്ടതില്ല. യാ അല്ലാഹ്, സത്യത്തിന്റെ മേലെ അടിയുറച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരാ KM മൗലവി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത ഉണ്ടാക്കിയതന്നെ എന്തിനാ? സമസ്ത ഉണ്ടാക്കിയതന്നെ ഈ KM മൗലവിയും ഈ MCC മൗലവിയും അതുപോലെ തന്നെ ഉമ്മർ മൗലവിയും അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ ഈ തെറ്റായിരിക്കുന്ന ആശയധാരങ്ങളെ ജനങ്ങൾക്ക് സത്യത്തിന്റെ പാന്താവ് പറഞ്ഞുകൊടുത്ത് ബാത്തുൽ ഏതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാ 1900 പ്രിയപ്പെട്ട സഹോദരങ്ങളെ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം 100 വർഷങ്ങൾക്ക് മുമ്പ് പിറവി കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വഹാബിസത്തിനെയും വഹാബിസം പോലുള്ള പിഴച്ച കക്ഷികളെയും തുറന്നു കാട്ടാനാ. അത് തുറന്നു കാട്ടുന്നതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മളാണ് അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ, അള്ളാഹിന്റെ ദീനിന്റെ സഹായികൾ. ആ ദീനിന്റെ സഹായികളാവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാവില കടപ്പുറത്തുള്ള സമസ്തയെ നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോടും സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഓരോ കാലഘട്ടത്തിലും പടച്ച തമ്പുരാന്റെ ദീനിനെ സഹായിക്കാൻ അല്ലാഹു തആല ആ പടച്ച റബ്ബി ഇഷ്ടപ്പെടുന്ന ചില ആളുകളെ മാത്രം തെരഞ്ഞെടുക്കും. ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ KM മൗലവിയുടെ ഉസ്താദ്? KM മൗലവിയുടെ ഉസ്താദ് ആരാ? ഉമ്മർ മൗലവിയുടെ ഉസ്താദ് ആരാ? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉമ്മർ മൗലവിയുടെ ഉസ്താദ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ KM മൗലവിന്റെ ഉസ്താദ് ആരാ? ഏറ്റവും വലിയ തലതൊട്ടപ്പ നേതാവ് ആരാ? KM മൗലവിയല്ലേ?
ആ KM മൗലവിയുടെ ഉസ്താദ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരാ. ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന വളരെ വ്യക്തമായ പക്കാ സുന്നി പണ്ഡിതനായ ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠരായ മൗലിദ് പാരായണം നടത്തിയ, കുത്തുബിയ്യത്ത് നടത്തിയ, അത് വളരെ സുന്നത്താണ് എന്നും നന്മയാണെന്നും പഠിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് എഴുതി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിത ശ്രേഷ്ഠനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാമനീഷിയുടെ ശിഷ്യനാണ് KM മൗലവി. ഉസ്താദിന്റെ വഴിയിൽ നിന്ന് തെറ്റിയ ശിഷ്യനാണ് KM മൗലവി. KM മൗലവിയുടെ ഗുരുപരമ്പര അവിടെ മുറിഞ്ഞില്ലേ? KM മൗലവി ഒരു ധാരയാണ്, തന്റെ ഉസ്താദ് മറ്റൊരു ധാരയാണ്. തന്റെ ഉസ്താദിന്റെ ധാരയിൽ നിന്ന് മാറി സഞ്ചരിച്ച KM മൗലവിക്ക് എങ്ങനെ ഗുരുപരമ്പരയുടെ സനത് പറയാൻ കഴിയും? ഇനി അപ്പുറത്ത് നിങ്ങൾ നോക്ക്, ഉമ്മർ മൗലവി. ആരാ ഉമ്മർ മൗലവി? ഉമ്മർ മൗലവിയുടെ ഉസ്താദ് മഹാനായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. നവ്വറല്ലാഹു മർഖദാ. മഹാനായിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓർമ്മയുടെ തീരമെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഉമർ മൗലവിക്ക്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്റെ ഗുരുവര്യര്, എന്റെ ഉസ്താദ് ഇന്നത്തെ പല അറബി കോളേജുകളെക്കാൾ വലിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ദർസ്, ഞാൻ കുറെ നാൾ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. പള്ളിക്കരികിലുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിലാണ് ക്ലാസ് നടത്തിയിരുന്നത്. പ്രസിദ്ധ സുന്നി പണ്ഡിതനും നല്ല പ്രസംഗകനുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകനും പ്രധാന ചുമതലക്കാരനുമായിരുന്നു. അതായത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് എന്റെ ഗുരുവര്യരി എന്ന് സാക്ഷാൽ ഉമ്മർ മൗലവി തന്നെ ഓർമ്മയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ആ ഉമ്മർ മൗലവിയുടെ ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാ. ആ ഉമ്മർ മൗലവിയെ കുറിച്ച് എന്താ പാങ്ങിൽ ഉസ്താദ് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അദബുള്ള കുരുത്തമുള്ള ഗുരുപരമ്പര കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദിന്റെ ഒരു പണ്ഡിതനും പറയാൻ കഴിയില്ല. മഹാനായിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്വഭാവം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം തന്നെ പറയാണ്, ഉസ്താദ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. എടാ കുരുത്തം കെട്ടവന്, നീ ഇത്ര ചെറുപ്പത്തിലെ തലതിരിഞ്ഞു പോയല്ലോ എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നോട് ചോദിച്ചു എന്ന് പറയുന്നത് ആരാ? സാക്ഷാൽ ഉമ്മർ മൗലവിയാണ്. ഉമ്മർ മൗലവിയുടെ പുസ്തകമാണിത്. അദ്ദേഹം പറയാണ്, എന്റെ ഗുരുവര്യരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുട്ടിക്കാലത്ത് എന്നോട് ചോദിച്ച ഭാഷ, എടാ കുരുത്തം കെട്ടവന്, നീ ഇത്ര ചെറുപ്പത്തിലെ തലതിരിഞ്ഞു പോയല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതാണ് ഉമ്മർ മൗലവിയുടെ കഥ. ഇത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ നേതാക്കന്മാരുടെ കഥയാണെങ്കിൽ, സാക്ഷാൽ യഥാർത്ഥ വഹാബിസത്തിന്റെ ഏറ്റവും വലിയ അവരുടെ മാതൃകാ പുരുഷനായി അറിയപ്പെടുന്നതാരാ? മാതൃകാ പുരുഷനായി അറിയപ്പെടുന്നതാരാ? ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയിട്ടല്ലേ വഹാബികൾ എന്നറിയപ്പെടുന്നത്. ആ ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നത് എപ്പോഴാ? 1111, 15 എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും 1111 ജനിച്ച ആ ഇബ്നു അബ്ദുൽ വഹാബ് ആരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ദുൽ വഹാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ വഫീ ശാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളെ മദീനയിലോ, ഞങ്ങളുടെ ശാമിലും, ഞങ്ങളുടെ സ്വായിലും, ഞങ്ങളെ മുദ്ദിലോ, ഞങ്ങളെ യമനിലുമൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഹബീബായ തങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഒരാൾ എണീറ്റ് നിന്ന് പറയുന്നു, വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ നജിദിന് വേണ്ടിയിട്ടും ഒന്ന് ദുആർക്കുമോ നബിയേ? ഷാമിന് വേണ്ടി അങ്ങ് ദുആ ചെയ്തോ, യമനിന് വേണ്ടി അങ്ങ് ദുആ ചെയ്തോ, മദീനയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തോ, ഒന്ന് ഞങ്ങളെ നജിദിന് വേണ്ടിയും പ്രാർത്ഥിക്കുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കേട്ട ഭാവം നടിച്ചില്ല. അള്ളാന്റെ റസൂല് തിരിഞ്ഞു നോക്കിയില്ല. 3 വട്ടം
ആ മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ട് നജിദിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞപ്പോ മൂന്നാമത്തെ വട്ടം അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ട് പറയുന്നു, ഓ പ്രിയപ്പെട്ട സ്വഹബാ, നജിദിന് വേണ്ടി ഞാൻ ദ്വാരക്കണില്ല. അവിടെ വെച്ചുകൊണ്ടാണ് പിശാചിന്റെ കൊമ്പ്, ഫിത്തിനയുടെ കൊമ്പ് പൊട്ടിപ്പുറപ്പെടുന്ന നാട് അതാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നൂറുകണക്കിന് സ്വഹാബികളോടായി മറുപടി പറഞ്ഞു വന്ന് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളിലും കാണാം. ആ നജിദിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് പിൽക്കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വന്നത് ആ നജിദിലാണ്. 1111 ഇബ്നു അബ്ദുൽ വഹാബ്, വക്കാബികളുടെ ഏറ്റവും വലിയ ആചാര്യനായ ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചതും അവിടെയാണ്. ആ നജിദിലാ ഫിത്നയുടെ കൊമ്പ്, പിശാചിന്റെ കൊമ്പ് നജിദിൽ പൊട്ടിപ്പുറപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ആ മണ്ണിലാ ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ആരാ മക്കള് ഇബ്നു അബ്ദുൽ വഹാബ്? തന്റെ പ്രിയപ്പെട്ട സ്വന്തം ഉസ്താദ് അവറുകള് ഇബ്നു അബ്ദുൽ വഹാബിനിക്ക് കത്തെഴുതിയ ഒരു കത്തുണ്ട് പ്രിയപ്പെട്ടവര്. ചരിത്രത്തിൽ ആ കത്ത് വളരെ സുപരിതമാണ്, വളരെ വ്യക്തമാണ്. ആ കത്തിൽ തന്റെ പ്രിയപ്പെട്ട ഗുരുവര്യര് തന്റെ ശിഷ്യനിക്ക് എഴുതുകയാണ്, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ ابن عبد الوهاب أنت شاذ عن سواد العظماء. സ്വന്തം ഗുരുവര്യരെ തന്റെ ശിഷ്യനിക്ക് കത്തെഴുതുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തം ഉസ്താദ് തന്റെ ശിഷ്യനിക്ക് കത്തെഴുതുകയാണ്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. അസ്സലാമു അലൈക്കും പോലും പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും എന്ന് പോലും തന്റെ ഗുരുവര്യർ തന്റെ ശിഷ്യനായ ഇബ്നു അബ്ദുൽ വഹാബിനോട് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. സന്മാർഗത്തിനോട് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ. എന്നിട്ട് ആ കത്തിൽ പറയുന്നു, ഇബ്നു അബ്ദുൽ വഹാബ്, ഓ ഇബ്നു അബ്ദുൽ വഹാബ്. വിശദമായ കത്താണ്. ആ കത്തിന്റെ അവസാനം പറയുന്നു, അൻത ഷാദ്ദുൻ അൻ സവാദിൽ ആലം. ഒരു വലിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു വലിയ പണ്ഡിത വ്യൂഹത്തിൽ നിന്നും മാറി ഒറ്റക്കാൻ നിന്റെ സഞ്ചാരം. അതുകൊണ്ട് നീ മറ്റുള്ളവരെ എല്ലാം കാഫിറാക്കുന്നതിന് പകരം നിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ഹുവ ഇലാ മൻ ശദ്ദ അനിസ് സവാദിൽ ആലമി അഹഖു. ഈ വലിയ ഉലമാഇന്റെ പണ്ഡിത വ്യൂഹത്തിനെ തൊട്ട് ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന നിന്നിലേക്കാണ് കുഫ്രിയത്ത് ചേർക്കാൻ ഏറ്റവും കടപ്പെട്ടത്, അവരിലേക്കല്ല. അതുകൊണ്ട് നീ പിഴച്ചു പോയിട്ടുണ്ട് മോനെ. നീ പിന്മാറി സത്യത്തിന്റെ വഴിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവർകൾ കത്തെഴുതി ഇബ്നു അബ്ദുൽ വഹാബിനിക്ക്. ഉസ്താദുമാരുടെ പരമ്പര പറയാൻ ഇബ്നു അബ്ദുൽ വഹാബിന് കഴിയില്ല. മാത്രല്ല സ്വന്തം സഹോദരനുണ്ട്, ജേഷ്ഠ സഹോദരൻ. എല്ലാവരോടും പറഞ്ഞു, എന്റെ അനുജൻ, എന്റെ സഹോദരൻ വഴി പിഴച്ചിട്ടുണ്ട്, ആരും അവന്റെ വലയിൽ പെട്ടുപോകരുത്. സ്വന്തം സഹോദരനാൽ, സ്വന്തം ഉസ്താദിനാൽ വെറുക്കപ്പെട്ടയാളായിരുന്നു സാക്ഷാൽ ഇബ്നു അബ്ദുൽ വഹാബ്. മാത്രല്ല ഇബ്നു അബ്ദുൽ വഹാബിന്റെ പരമ്പരയോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യുദ്ധം കഴിഞ്ഞു. ഗനീമത്ത് സ്വത്തുക്കൾ ഇങ്ങനെ സ്വഹാബികൾക്ക് വിതരണം ചെയ്യുമ്പോ ദാർഢ്യത്തോടെ ഒരാൾ ഓടി വന്നു. കാർക്കിച്ച് തുപ്പിയിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ മുഹമ്മദോ യഅദില്, മുഹമ്മദ് നീ ചെയ്യുന്നത് അനീതിയാണ്, നീതി കാണിക്കടാ മുഹമ്മദ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ദാർഢ്യത്തോടുകൂടെ സംസാരിച്ച ദുൽ ഖുവൈസിറത്തു തമീമി, ഇയാളാ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വല്യാപ്പ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വല്യാപ്പാരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് യാ മുഹമ്മദ് യഅദിൽ,
അപ്പോഴാ അള്ളാന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവും അവന്റെ റസൂലും നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരടാ നീതി ചെയ്യുന്നവൻ? അള്ളാഹുവിന്റെ റസൂല് കോപിച്ചു പോയ ഒരു സന്ദർഭമായിരുന്നു. അതിന് കാരണക്കാരനായ ദുൽ ഖുവൈസിറത്തു തമീമി, അയാളുടെ പരമ്പരയിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. പരമ്പര അവകാശപ്പെടാൻ വഹാബികൾക്ക് കഴിയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരമ്പരയോ മനോഹരമായി എന്ന് ജനിച്ചു, എന്ന് വഫാത്തായി. എല്ലാവരുടെയും ജീവിത ചരിത്രങ്ങൾ കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആഖിറുസ്സമാന, ദീനനുസരിച്ച് ജീവിക്കാൻ വലിയ പാടാ. സത്യം പറയുന്നവരെ കണ്ടുകൂടാ, ദീന് പറയുന്നവരെ ക്രൂശിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ പാന്താവ് പറഞ്ഞു കൊടുക്കുമ്പോ ആലിമീങ്ങളെ പരിഹസിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ഉമറായിനെ പരിഹസിക്കപ്പെടുന്ന കാലഘട്ടമാണ്. നേരം വെളുക്കാത്തവരെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഫാസിസം വട്ടമിട്ട് പറക്കുമ്പോ ഇങ്ങനെ പറയുകയാണോ ദീനെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളുകളൊക്കെ കൂടുന്ന കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ദീന് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു എളുപ്പമുള്ള തൊഴിലാണെന്ന് ആരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സമസ്തയെ നെഞ്ചിലേറ്റിയ എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള കാരണവന്മാരോട്, ആലിമീങ്ങളോട്, ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ കാണാം, അന്നത്തെ ഏറ്റവും വലിയ പുത്തൻ വാദമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമായ ഖുർആന് അത് മഖ്ലൂക്കാണോ, സൃഷ്ടിയാണോ, അതല്ലെങ്കിൽ മഖ്ലൂക്കല്ലയോ എന്ന് പറയുന്ന ചർച്ചയാ. പ്രിയപ്പെട്ട സഹോദരങ്ങള്, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയുമ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രയാസങ്ങൾ വന്നേക്കാ, പ്രതിസന്ധികൾ വന്നേക്കാ. ആ സമയത്ത് അള്ളാഹുവിന്റെ ദീന് പറയാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ, പടച്ച റബ്ബിന്റെ ദീന് പറയാനും പ്രചരിപ്പിക്കാനും അതിന് സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ, അത് മുഹാജിരീങ്ങൾക്ക് അൻസ്വാരിങ്ങളായിരിക്കുന്ന ആളുകൾ നൽകിയതുപോലെ ശക്തി പകരാൻ ഉമറായിന് കഴിഞ്ഞാൽ, ചെറുപ്പക്കാർക്ക് കഴിഞ്ഞാൽ, അത് അൻസ്വാരിങ്ങളായ സ്വഹാബികളെ പിന്നാലെ സ്വർഗത്തിലേക്ക് പോവാൻ നമ്മൾക്ക് ഹേതുവാണ്. കാരണമാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാലഘട്ടത്തില് ഏറ്റവും വലിയ വിവാദമായിരുന്നു അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന് മഖ്ലൂക്കാണോ അഥവാ സൃഷ്ടിയാണോ, അതല്ലെങ്കിൽ സൃഷ്ടിയല്ലാത്തതാണോ? ഈ ചർച്ച വലിയ വിവാദമായിരുന്നു. പല ആളുകളെയും ആ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചില പണ്ഡിതന്മാരും അതിൽ പെട്ടുപോയി. ചില ആളുകളൊക്കെ പറഞ്ഞു ഖുർആൻ അത് മഖ്ലൂഖാ, സൃഷ്ടിയാൻ. അന്നത്തെ വറയുള്ള ആലിമീങ്ങൾ പറഞ്ഞു ഖുർആൻ സൃഷ്ടിയല്ല, അത് ഗൈറു മഖ്ലൂഖാൻ. ഖുർആൻ അള്ളാന്റെ കലാമാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് പടച്ച റബ്ബിന്റെ കലാമാണെന്ന് പറയുന്നു. ആ സമയത്ത് ഒരുപാട് ആലിമീങ്ങളെ ജയിലിലടക്കപ്പെട്ടു, ഒരുപാട് പണ്ഡിതന്മാരെ ക്രൂശിക്കപ്പെട്ടു, ഒരുപാട് പണ്ഡിതന്മാരെ പരിഹസിക്കപ്പെട്ടു. ചില പണ്ഡിതന്മാർ സേഫ് സോണിൽ ഇരുന്നു. അവരങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ലാതെ തട്ടാതെ മുട്ടാതെ പറഞ്ഞു. ഒരു ആലിമിനെ വിളിച്ചു, ഭരണാധികാരികൾ ചോദിച്ചു, ഖുർആൻ കലാം, ഖുർആൻ മഖ്ലൂക്കാണോ? അയാൾ വിരലുകൊണ്ട് ഇങ്ങനെ എണ്ണി, തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, ഖുർആൻ, ഇത് നാലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അള്ളാഹിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഇത് നാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 4 വിരലിലേക്കാണ്. ഈ 4 വിരലിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നാലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഉപയോഗിച്ച
ആ തന്ത്രപരമായിരിക്കുന്ന പദം, ആ പദത്തിൽ ചില ആളുകളൊക്കെ അതാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വെറുതെ വിട്ടു. എന്നാൽ അപ്പുറത്ത് ചില ആലിമീങ്ങളുണ്ട്. സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മഹാനവറുകള് ശക്തമായി പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബല ഏറ്റവും നല്ല ശക്തിയോട് ഉച്ചത്തിൽ പറഞ്ഞു, ഇല്ല ഇല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാ, അത് ഒരിക്കലും തന്നെ സൃഷ്ടിയല്ല, മഖ്ലൂഖല്ല. ശക്തമായി അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആൻ ഒരിക്കലും തന്നെ മഖ്ലൂഖല്ല. വളരെ ശക്തമായി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടക്കപ്പെട്ടു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടക്കപ്പെട്ടു. ശക്തമായ അടികിട്ടി. മഹാനവറുകൾക്ക് വലിയ പ്രഹരം ഏൽക്കേണ്ടി വന്നു. മഹാനവറുകൾ പിന്മാറിയില്ല, ദീൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് അറിഞ്ഞു ഉസ്താദായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ഷാഫി ഇമാം അറിഞ്ഞപ്പോ ഒരു കത്തെഴുതി ജയിലിലേക്ക് അഹ്മദ് ബിൻ ഹംബൽ എന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യനിക്ക് ഒരു കത്തെഴുതി, മോനെ അഹ്മദ് ബിൻ ഹംബല്, ഇതൊന്നും നിസ്സാരമാണ്, ഇതൊന്നും ഒന്നുമല്ല അഹ്മദ് ബിൻ ഹംബല്. ഇതിലും വലിയ പ്രയാസങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ ദീന് പറയുമ്പോൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. അഹ്മദ് ബിൻ ഹംബല് കത്തെഴുതുകയാണ്. ആ കത്തിന്റെ അവസാനം ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ഒരു വരിയും കൂടെ എഴുതി ചേർക്കുകയാണ്. ആ കത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജയിലിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് വന്നു. ജയിൽ വാർഡന് ആ കത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. കത്ത് വായിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്ന അഹ്മദ് ബിൻ ഹംബലിനോട് ആ ജയിലിന്റെ പാറാവുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കത്തിന്റെ അവസാനത്തെ വാക്ക് കണ്ടിട്ടാ കരയുന്നത്. എന്താ അവസാനത്തെ വാക്കെന്നറിയോ? ഇമാമുന ശാഫിഈ തങ്ങളാകുന്ന ഉസ്താദ് അവറുകള് തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എഴുതിയ കത്തിന്റെ അവസാനം ഇങ്ങനെയാ കുറിക്കപ്പെട്ടത്, അഹ്മദ് ബിൻ ഹംബല്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന ബനിയൻ കുപ്പായമുണ്ടല്ലോ, ആ ബനിയനൊന്ന് എനിക്ക് നിങ്ങൾ കൊടുത്തയക്കണമെന്ന് അഹ്മദ് ബിൻ ഹംബലിലേക്ക് കത്തിൽ കുറിച്ചിരിക്കുകയാണ്. വായിച്ച ഉടനെ ബനിയൻ ഊരിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനക്ക് അത് കൊടുത്തേക്കുകയാ. കുപ്പായം കിട്ടിയ ഉടനെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ആ ബനിയൻ കുപ്പായം ഇട്ടു. ആ വെള്ളം മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തു. ഷാഫി ഇമാം കുടിക്കുകയും ചെയ്തു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട്, അടികൊണ്ടാ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച ഒരു മഹാനായ പണ്ഡിതന്റെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന കുപ്പായമാണ്. ഇതിൽ ബറക്കത്തുണ്ട്. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. എന്താ പാഠം? പടച്ച റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കാൻ, പടച്ച റബ്ബിന്റെ ദീന് പറയാൻ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. പറയുമ്പോൾ പല ആളുകളും പറയരുതെന്ന് പറയും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കും കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ പടച്ച റബ്ബിന്റെ ദീന് പറയാൻ ചെറിയ ഒരു ത്വായിഫത്ത് എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ത്വായിഫത്ത്, ഒരു സംഘം, അവർ എപ്പോഴും ദീന് പറയാനും പ്രചരിപ്പിക്കാനും ഈ ഭൂമി ലോകത്ത് അന്ത്യനാൾ വരെ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ലാ യുബാലീഹിം, അവർക്ക് പ്രശ്നമല്ല. മൈ യുഖാലിഫുഹും,
അവരെ എതിരാളികൾ ആരാണോ അതവർക്ക് പ്രശ്നമേ അല്ല, അവർക്ക് വലുത് ദീനാൻ. അങ്ങനെ ഒരു ഉമ്മത്ത് ആഖിറു സമാനിൽ വരെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ഒരു ഉമ്മത്ത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ആ സമസ്ത ഒരു തീരുമാനം പറഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ അവസാനത്തെ വാക്ക്. പിന്നെ അതിനപ്പുറം ഒരു ആലോചന നമ്മൾക്കുണ്ടാവാൻ പാടില്ല. മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ആലിമാണ്, ആരിഫാണ്, ആബിദാണ്, സാഹിദാണ്, മുത്തബിഉസ് സുന്നയാണ്. മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ, മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലം മഹാനവറുകൾ ആലുവ ത്വരീഖത്തുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ദുആ സമ്മേളനത്തിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഏറ്റെടുത്തു. അത്തിപ്പറ്റ ഉസ്താദ് ആ ദുആ സമ്മേളനത്തിന് പോകാൻ ഏറ്റെടുത്തു. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആലുവ ത്വരീഖത്ത് പിഴച്ച ത്വരീഖത്താണ് എന്ന് തീരുമാനമെടുക്കുന്നത്. തീരുമാനമെടുത്തപ്പോ അത്തിപ്പറ്റ ഉസ്താദ് അവരെ വിളിച്ചിട്ട് അറിയിച്ചു, ഇനി എനിക്ക് ആ പരിപാടിക്ക് വരാൻ പറ്റില്ല, ഇനി എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ വാഹനമെടുത്ത് അത്തിപ്പറ്റ ഉസ്താദിന്റെ അദറത്തിൽ വന്നു. അത്തിപ്പറ്റ ഉസ്താദിനോട് വളരെ ഭവ്യതയോടുകൂടെ അവർ ചോദിച്ചു, ഉസ്താദേ, ഞങ്ങൾക്ക് എന്ത് തെറ്റാണുള്ളത്, ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണുള്ളത്? അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചു. അത്തിപ്പറ്റ ഉസ്താദ് കൊടുത്ത ഒരേ ഒരു മറുപടി ഉണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് പറയാണ്, അവർക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. ആലുവ ത്വരീഖത്തിന് എന്താണ് തെറ്റി കുറ്റം എന്ന് എനിക്കറിയില്ല. 40 ആലിമീങ്ങൾ ചേർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇലാഹിയായിരിക്കുന്ന ഒരു ഖൈറുണ്ടാകും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു മദദ്, ഒരു സഹായം അതിലുണ്ടാകും. അതുകൊണ്ട് ഇനി ഞാൻ അതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. അതായിരിക്കണം നമ്മുടെ നിലപാട്. എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മഹത്തുക്കളായിരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളെയും നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് ദീനിന് ശക്തി പകരാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തി പകരാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടെ 100 വർഷമായി പ്രവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ അപാരമായ ഓരോ കാലഘട്ടത്തിലുള്ള ഈ മഹത്തുക്കളായ ആലിമീങ്ങള് നേതൃത്വം നൽകുന്ന ഈ മഹത്തായിരിക്കുന്ന സംരംഭം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ കാസർഗോഡ് കുണിയയിൽ വെച്ച് ഐതിഹാസികമായിരിക്കുന്ന സമ്മേളനം നടക്കുമ്പോ അതിലൊരു കണ്ണിയാവാൻ നമ്മൾക്കൊക്കെ കഴിയണം. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് അലി തങ്ങൾ നേതൃത്വം നൽകുന്ന മജ്ലിസുന്നൂറും ആത്മീയ സദസ്സും മൗലൂദ് ജൽസയും ഇൻഷാ അല്ലാഹ് ഇതേ വേദിയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും നേരത്തെ എത്തി ആ പരിപാടി ധന്യമാക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു.